അസ്സലാമലൈക്കും. നമ്മുടെ കലോത്സവമൊക്കെ ആയി. കലോത്സവത്തിന് അറബിക് ക്വിസുകളുണ്ടല്ലേ. അപ്പോൾ അറബിക് ക്വിസിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാലോ. ഒരു 25-30 ചോദ്യങ്ങളൊക്കെ കാണും. അതെല്ലാം നമുക്ക് ഇങ്ങനെ പഠിച്ച് പോവാം. 30-ൽ കൂടുതലൊക്കെ കാണും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം ചോദിക്കുന്നത് വെച്ചാൽ താജ്മഹൽ നിർമ്മിച്ചത് ആരെന്ന് ചോദിക്കും. അത് ഷാജഹാനാണ് കേട്ടോ. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? അത് സൂറത്തുൽ ബക്കറയാണ്. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബക്കറ. സുജൂദും റുക്കുഉം ഇല്ലാത്ത നമസ്കാരം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നമസ്കാരമാണ് മയ്യത്ത് നമസ്കാരം. ഏത് രാജ്യത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്തിലാണ്? ഏത് സ്ഥലത്തല്ല, ഏത് രാജ്യത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതെന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫ ഇല്ലാത്ത സൂറത്ത്. ഫ ഇല്ലാത്ത സൂറത്ത്. ഫ ഇല്ലാത്ത സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫ എന്നോർത്താൽ മതി, ഫാത്തിഹ. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ലോകത്തിലെ ആദ്യ മനുഷ്യൻ ആര്? ആദം നബി അലൈഹിസ്സലാമാണ്. ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? 140. ഖുർആനിൽ എത്ര ബിസ്മിയുണ്ട്? അതും 140. പിന്നെ ഈ ഒരു ചോദ്യം എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ചോദിക്കും. അള്ളാഹുവിൻ്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ ഏവ? അള്ളാഹുവിൻ്റെ പേരുകൾ നൽകപ്പെട്ട പേരുകളാണ്. അള്ളാഹുവിൻ്റെ പല പേരുകളും നൽകപ്പെട്ട സൂറത്ത് ഏവ? ഫാത്തിർ, റഹ്മാൻ, ഗാഫിർ, അഅല. ഇത്രയുണ്ട്. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ എത്ര? പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ എത്ര? 6. പിന്നെ ഒരു ചോദ്യമുണ്ട്. ഇതും ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. 2 സുജൂദിൻ്റെ തിലാവത്തുള്ള സൂറത്ത്. 2 സുജൂദിൻ്റെയും തിലാവത്തുള്ള സൂറത്ത് അൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു സൂറത്താണ്. ഒരു ഗോത്രത്തിൻ്റെ പേരിലുള്ള സൂറത്ത് ഏതാണ്? ഒരു ഗോത്രത്തിൻ്റെ പേരിലുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖുറൈശിയാണ്. ഖുറൈശി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ പേരിലുള്ള സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഖുറൈശി എന്ന് എഴുതിയിരിക്കുക. തഫ്സീറുൽ മനാറിൻ്റെ രചയിതാവ് ആര്? തഫ്സീറുൽ മനാറിൻ്റെ രചയിതാവ് ആര്? അഹ്മദ് റാഷിദ് റിദ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ഇബ്ലീസിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? തീ കൊണ്ട്. ആൻസർ തീ കൊണ്ട്. ഇബ്ലീസ് ഏത് വർഗത്തിൽ പെടുന്നു? ജിന്ന് വർഗത്തിൽ പെടുന്നു. നബി ഹിജ്റ പോകുമ്പോൾ
ഹിജ്റ പോകുമ്പോൾ നബിയുടെ പ്രായം എത്രയാണെന്ന്. 53 ആണ്. 53. ഹിജ്റ പോകുമ്പോൾ നബിയുടെ പ്രായം എത്ര? ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾക്ക് പറയുന്ന ഒരു പേരുണ്ട്. അതിപ്പോൾ പള്ളിയിലൊക്കെ പഠിക്കുന്നവർക്ക് ഒരു കിതാബിൻ്റെ പേരാണിത്. മഹറുജുകൾ എന്ന് നമ്മൾ പറയും. നമ്മളിപ്പോൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹംസ, ഹ, ഐൻ, ഹ, ഐൻ, ഹ അങ്ങനെയൊക്കെ പറയുന്ന ഒരു കിതാബാണ്. ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾക്ക് പറയുന്ന പേരെന്ത്? കിതാബിൻ്റെ ഒരു പേരുണ്ട്. ആ പേര് തജ്വീദ് എന്നാണ്. തജ്വീദ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വനിത ആര്? ഇന്ദിരാഗാന്ധി. ആയത്ത് പൂർത്തിയാക്കുക. മൻ ഖാന ഔവല ഷഹ്സിൻ യബത്ത അലൽ ഖമറ. ആൻസർ ഇൻസിമി വൽ ഉദ്വാൻ എന്നാണ് ആൻസർ. അതിൻ്റെ ആയത്ത് പൂർത്തിയാക്കുക. അത് നമുക്ക് വേണ്ട, ചോദിക്കൂല. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തി ആര്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നീൽ ആംസ്ട്രോങ്. രണ്ട് സുജൂദിൻ്റെ തിലാവത്തിലുള്ള സൂറത്ത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അൽ ഹജ്ജ് ആണ്. ജംഉം കസിറും ആക്കാൻ പറ്റാത്ത നിസ്കാരം. ജംഉം കസിറും ആക്കാൻ പറ്റാത്ത നിസ്കാരം സുബ്ഹാണ്. സുബ്ഹാണ്. ഷാഹിറത്തുൽ വാദി എന്നറിയപ്പെടുന്നത് നവാൽ മുഹന്നി. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും.